നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആഞ്ഞടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. സത്യം പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറാണ് പ്രതിപക്ഷം എന്നർത്ഥം. ഇന്ന് പാർലമെന്റിൽ വിഷയം ഉന്നയിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാകും വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. നീറ്റ് വിഷയം ശക്തമായി ഉന്നയിക്കണമെന്ന് യോഗത്തിൽ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെയാണ് വിഷയത്തിൽ പാർലമെന്റിൽ അടക്കം ആഞ്ഞടിക്കാൻ യോഗം തീരുമാനിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ആവശ്യപ്പെട്ട് ഇന്ന് സഭയിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ വി ശ്രീനിവാസ് നേതൃത്വം നൽകിയ മാർച്ചിനിടെ കാര്യമായ തോതിൽ തന്നെ സംഘർഷമുണ്ടായി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മാറ്റി പ്രതിഷേധത്തിന് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശി. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. NDA ആസ്ഥാനത്തേക്ക് NSUI നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിലാണ് കലാശിച്ചത്. ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. അതിനിടെ കേസിൽ ഇടനിലക്കാർക്ക് സഹായം നൽകിയതിന് 2 പേരെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാട്നയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നീറ്റ് പരീക്ഷയിലെ OMR ഷീറ്റുകളെ സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി NTA മറുപടി തേടുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളും സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാട്നയിൽ നിന്ന് 2 പേരെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. മനീഷ് പ്രകാശ്, അശുതോഷ് എന്നിവരാണ് പിടിയിലായത്. നീറ്റ് PG പരീക്ഷ സമയബന്ധിതമായി നടത്തണമെന്നാവശ്യപ്പെട്ട് IMA നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നീറ്റ് PG പരീക്ഷ നടത്തുന്നത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. പരീക്ഷ മാറ്റിവെച്ചത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നീറ്റ് പരീക്ഷ സംബന്ധിച്ച വിവാദങ്ങൾ രാജ്യമാകെ കത്തിക്കയറുകയാണ്. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തുന്ന പരീക്ഷകളെല്ലാം തന്നെ സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. കാലങ്ങളായി രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കരിനിഴലിൽ വീഴ്ത്തുന്ന ഒന്നാണ് നീറ്റ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ജീവിതവും ജീവനും വെച്ചാണ് പലപ്പോഴും നീറ്റ് പന്താടുന്നത് എന്ന വിമർശനങ്ങളും നേരിടുന്നുണ്ട്.